ഇന്ന് ഞങ്ങളുടെ യാത്ര ബോട്ടിലാണ്. 6:30 മണിക്ക് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 7 മണിക്കാണ് ബോട്ട് പുറപ്പെടുന്നത്. എന്നിരുന്നാലും ആളുകൾ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. മെക്സൻ ടീമാണ്. മെക്സവൻ്റെ ഫാമിലി ട്രിപ്പ്, അതാണ് ഇന്നത്തെ കാഴ്ച. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യാത്രയ്ക്ക് മുമ്പുള്ള ഒരുക്കങ്ങളാണ്. യാത്രക്കാർക്ക് വേണ്ട, ഗ്രൂപ്പിന് വേണ്ട വെള്ളം, സ്നാക്സ്, ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാണ്, സെറ്റാണ്. അതൊക്കെ ലോഡ് ചെയ്യാണ്. 105 പേരാണ് ഇന്ന് യാത്രയിലുള്ളത്. ഇവരെല്ലാം ഒത്തുചേരണ്ടേ? പല സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് 6:30 മണിക്ക് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 7 മണിക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടും. ഈ സ്ഥലം ബേപ്പൂരിലാണ്. ബേപ്പൂരിലൂടെ ചാലിയാർ ജലയാത്ര. അങ്ങനെ നമ്മുടെ ജലയാത്ര 105 പേരുമായിട്ടുള്ള ജലയാത്ര ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. 7 മണിക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ആ കളർഫുള്ളായിട്ടുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ഈ വീഡിയോയിലൂടെ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ലെങ്കിലും പക്ഷേ നേരിൽ കാണാൻ അപാരമാണ്. മാത്രമല്ല ഈ പ്രദേശം മൊത്തത്തിലൊരു അഴകാണ്. കാണിച്ചു തരേ. ഞാനിങ്ങനെ വായിക്കാത്താണ്. ഇനിയാണ് നമ്മുടെ ആട്ടവും പാട്ടും എല്ലാം. അടിച്ചുപൊളി. കാണണ്ടേ? കാണിച്ചു തരേ.
ഒന്നും പറയണ്ട. ബഹളം എന്ന് പറഞ്ഞാൽ ബഹളം തന്നെ. 105 പേരും ഒരു ബോട്ടും അല്ലെങ്കിൽ ഒരു കപ്പലും, അങ്ങനെ തന്നെ പറയാം. ഫോട്ടോ എടുക്കുക, പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ചുരുക്കി പറഞ്ഞാൽ തീരദേശം ഒന്നും കാണിക്കാൻ പറ്റിയില്ലേ. അതിസുന്ദരമായ ഈ രാവിലത്തെ കാഴ്ചയുണ്ടല്ലോ, കുഴപ്പമില്ല. സമുദ്രത്തിലൂടെ പുഴയിലൂടെ ഇങ്ങനെ മറ്റു ബോട്ടുകളിലും ഒരുപാട് യാത്രക്കാർ, തിരക്കുള്ള ദിവസമാണ്. സ്പീഡ് ബോട്ട് ഉണ്ട്. ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? യാത്ര വളരെ ഭംഗിയായ യാത്ര, പ്രകൃതി ആസ്വദിച്ചുകൊണ്ട്. താങ്ക് യു വെരി മച്ച്. ഫ്രീ ആണ് അതുകൊണ്ടാ. അതെ അതെ അതെ, പറയാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമ്മുടെ പരിപാടി അടിപൊളി അടിപൊളിയായിരുന്നു. യാത്ര സൂപ്പറാ. ഉഷാറായ നല്ലൊരു യാത്രയായിരുന്നു. അടിപൊളി. യാത്ര പറ്റി പറയാനേ അടിപൊളി. നമ്പർ 1 സംഭവം സൂപ്പർ. അടിച്ചു പൊളി അടിച്ചു പൊളി. ഇനിയും ഉണ്ടാവില്ല യാത്രയില്? ഇനി വലിയൊരു യാത്ര ഉണ്ട്, വരില്ലേ? കുറച്ച് ദൂരത്തേക്കാണ്, കപ്പൽ കയറി പോണം ദ്വീപിലേക്ക്. ദ്വീപിലേക്ക് ഉണ്ടാവില്ലേ? വെരി ഗുഡ്. നമ്മൾ ഇന്ന് രാവിലെ ഒരു യാത്ര പുറപ്പെട്ട്, ബോട്ട് നല്ല കപ്പലിലല്ലേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി അഭിപ്രായം. എല്ലാവരും എൻജോയ് ചെയ്ത് നമ്മുടെ പ്രതീക്ഷയെക്കാട്ടും സാറായി. എത്ര പേരുണ്ടായിരുന്നു? 100 പേരുണ്ടായി. 100 പേരായിട്ട്. കോർഡിനേറ്റർ അസീസ് ഭായ്, ഇന്നത്തെ ദൗത്യം ഗംഭീരമായിട്ടുണ്ട്. വളരെ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്. കാരണം എന്താ, ഇന്നത്തെ യാത്ര നമ്മൾ തീരെ പ്രതീക്ഷിച്ചല്ല, അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി അറിയിക്കട്ടെ. അടുത്തന്നെ നമ്മുടെ മെഗാ യാത്ര, 300 പേരടങ്ങിയ ഒരു സംഘവുമായിട്ടുള്ള യാത്ര ഉടൻ. ലേഡീസ് ആയാലും ജെൻസ് ആയാലും 70 നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ 100-105 ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബോട്ടിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു വിജയമായിട്ട് കാണാനാണ്. നിലവിൽ നമ്മളെ 70-80 ആളുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാലം ഇങ്ങനെ എന്താ പറയുക ഈ അവസ്ഥയിൽ. പക്ഷേ ഇതിലൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശം. ഇനിയും നമുക്ക് പ്രതീക്ഷയോടെ ഇതുപോലെ യാത്ര. തീർച്ചയായിട്ടും എപ്പോഴും യാത്ര, എല്ലാവരും യാത്രാപ്രേമികളല്ലേ.